വേറെ ഒന്നും റിയാക്ട് ചെയ്യാനോ ഒന്നിനും പോരുത്. അതെ. അപ്പൊ നെഗറ്റീവ് പറയുന്നവർക്കും എന്റെ ഷോ മടുത്തു എന്ന് പറയുന്നവർക്കും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എന്നോടൊപ്പം നിൽക്കുന്ന 67 ബാച്ചിലുള്ളവരും അതുപോലെ അതിനകത്ത് ചേരാൻ പറ്റാതെ ഇപ്പോഴും എന്റെ ഡയറ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അല്ലാതെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു പുഞ്ചിരി മാത്രം എടുക്കുക. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ. ഞാൻ ഹെവി ഇതിൽ നിന്നുമാണ് ഇവിടെ എത്തിക്കുന്നത്. അപ്പം ഈ ഷോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഷോ ആണ്. അപ്പം മറ്റുള്ളവർക്ക് അതൊരു കുറ്റമായിട്ട് തോന്നാം. ഇന്ന് എൻ്റെ ഒരു വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് ഈ ഷോ കണ്ട് മടുത്തെന്നുള്ളത്. നമ്മൾ എത്രത്തോളം മോട്ടിവേഷനും ഇൻസ്പിറേഷനും കൊടുക്കുക, അത് മറ്റുള്ളവരിൽ 1 കിലോ ആണെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നത് അവരിലുണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ഒരു കാര്യമാണ് എന്താ പറയാ, വണ്ണമുള്ളത്, കറുത്തത്, വെളുത്തത്, മെലിഞ്ഞത്, ഈ ചിരിച്ചുകൊണ്ട് ഒരു സ്മൈൽ ഇട്ട് കൊടുത്തേക്കാം. അതിന് ഉദാഹരണമാണ് ഇതിന് എനിക്ക് എന്റെ അറിവുള്ള കാലം പോലും എന്റെ അനിയനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ കാണുന്ന സുത്തര കോമളൻ എന്റെ അനിയനല്ലാട്ടോ, എന്റെ മൂത്തതാണ്. ഞാനതിൽ 3.5 വയസ്സ് മൂത്തതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയുടെ അച്ഛൻ്റെ മക്കൾ തന്നെ. ഞാനിപ്പോൾ നല്ല വണ്ണമുള്ള ഒരാളാണ്, പക്ഷെ അതല്ല, വേറൊരു ടൈപ്പാണ്. അതായത് നല്ല ഹൈറ്റും ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കളിയാക്കലുകൾ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നമ്മൾ ഒരുപാട് നേരിടുന്നതാണ്. അതൊന്നും മൈൻഡ് ആക്കാതെ നല്ല രീതിയിൽ മോട്ടിവേഷൻ കളിയാക്കുന്നത് ഒരു ചലഞ്ചായിട്ട് എടുക്കുക. അവർക്ക് ജസ്റ്റ് ഒരു സ്മൈൽ ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഒരു റിപ്ലൈ കൊണ്ട് എന്താ പറയാ മോശമായിട്ട് പെരുമാറാനോ ഒന്നിനും പോരുത്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. റിപ്ലൈ. പിന്നെ ചില സമയമുണ്ടല്ലോ നമ്മൾ സഹീകടുമ്പോഴത്തേക്കും വരരുത്, അങ്ങനെ വരരുത്. ഇനി എനിക്ക് അത് മാത്രമേ ഉള്ളൂ, ഒരു പുഞ്ചിരി റിയാക്ട് ചെയ്യാൻ പോവുകയും ചെയ്യരുത്. എന്താണെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. മോട്ടിവേഷൻ ഞാൻ എല്ലാവർക്കും ഇനിയും മോട്ടിവേഷൻ കൊടുക്കത്തേ ഉള്ളൂ. കാര്യം എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇന്ന് 67 ബാച്ചുകളാണുള്ളത്. നല്ലൊരു കയ്യടി. അത് ഞാൻ ഒറ്റക്ക് വഴിവെട്ടി വന്നവൾ തന്നെയാണ്. എനിക്ക് എന്റെ കൂട്ടം എന്ന് പറയുന്നത് എന്റെ ഭർത്താവ്, അതുപോലെ തന്നെ എന്റെ ആങ്ങളെയാണ്. അപ്പൊ ഞങ്ങൾ എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പൊങ്ങി വരാൻ കാരണം. അപ്പം ഒരുപാട് കുറ്റപ്പെടുത്തലിൽ നിന്നുമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മാഷാ അല്ലാഹ്. അപ്പം നിങ്ങളും വീട്ടിലുള്ളവർ വണ്ണമുള്ളവരെ കുറ്റപ്പെടുത്താതെ അല്ലെ കളിയാക്കലുകൾ കൊടുക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും PCOD മാറും, ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളും മാറും, എല്ലാം മാറും. നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വരിക. 67 ബാച്ചിലായിട്ട് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോ കാണിക്കുന്നത്. അപ്പൊ ഈ ഷോ എന്റെ കൂടെ നിൽക്കുന്ന, എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന എന്റെ 67 ബാച്ച് മെമ്പേഴ്സിനായിട്ട് ഞാൻ